അതെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ഇച്ചായൻ്റെ ഷോപ്പ് അവധിയാണ്. ഷോപ്പ് അവധിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പണികളൊന്നും വരാറില്ല. പക്ഷേ ഇന്ന് നല്ലൊരു പണി വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു കമ്പനിയിൽ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഉച്ച സമയമൊക്കെ ആയപ്പോൾ എന്നോട് ചോദിച്ചു, ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വരുന്നോന്ന് ചോദിച്ചത്. ഇപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും കുഞ്ഞിനും ഉണ്ടായിരുന്നു, അൻസ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. ഇങ്ങനെ കറങ്ങാൻ പോയൊരു പോക്കായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തുവായാലും സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഈച്ചായ ആദ്യം പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി. മണി 3:15 ആയപ്പോഴത്തേക്കിന് ഞാൻ നോക്കിയപ്പോൾ ഈച്ചായ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പണികളൊക്കെ കഴിഞ്ഞെന്ന്. പക്ഷെ ഇറങ്ങി വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇല്ല ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണമെന്ന്. അങ്ങനെ പോയിട്ട് ഏതാണ്ട് 1.25 മണിക്കൂറിൽ പുറത്തായി. ഞങ്ങളാണെങ്കിൽ കാറിൽ കട്ട പോസ്റ്റായിപ്പോയി. ഞാനും കുഞ്ഞും അൻസയും കൂടെ അതിനകത്തിരുന്ന് സെൽഫിയും വീഡിയോസും ഒക്കെ എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം അവന് ബോറായിട്ട് അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഈ ഗേറ്റും പിറകിലോട്ട് നോക്കിയാൽ കുറേ വണ്ടികളും മാത്രമേ ഉള്ളായിരുന്നു. ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവന് ബോറടിച്ചപ്പോൾ ഇത്ര പെരുവെയിലായിട്ട് അൻസ അവനെ ഇറക്കി വെളിയിൽ കുറച്ച് നേരം ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ കാറിൽ കട്ട പോസ്റ്റ് ആയവരെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ ഉള്ളിലിരുന്ന് എന്താണ് ചെയ്യാനുള്ളത് അല്ലേ? എന്ത് ചെയ്യാനാ, ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് ആയിപ്പോയി. അവസാനം ഇവനുണ്ടായതുകൊണ്ട് അത്രയും ബോറടിച്ചില്ല. 4:30 ആയപ്പോൾ ഞാൻ ഈച്ചായനെ വിളിച്ചപ്പോൾ ദാ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും വന്ന് നേരെ പോയത് ഇവാനെ വിളിക്കാനാണ്. എനിക്കൊരു പാട്ടുണ്ട്, കേട്ടോ കേട്ടോ. നീലരാവിലെ കാന്തതയിൽ ഇങ്ങനെ ഈ ജയൻ ചെറിയ പാട്ടൊക്കെ പ്ലേ ചെയ്ത് പാട്ട് പാടാറുണ്ട്. നല്ലപോലെ പാട്ട് പാടാറുണ്ട് കേട്ടോ. ഇനിയും വരുന്ന വീഡിയോയിലൂടെ ഈ പാട്ടൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം. അങ്ങനെ എന്തോ ആയാലും ഞങ്ങളെ ഇത്ര നേരം കട്ട പോസ്റ്റാക്കി ഇരുത്തേന് പ്രത്യുപകാരമായിട്ട് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കേരള റെസ്റ്റോറൻറ്റിലായിട്ടാണ്. നല്ല കടിയെന്ന് പറഞ്ഞാൽ പരിപ്പുവടയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നാട്ടിലെ നല്ല പതിച്ച നല്ലൊരു ചായ ഉണ്ടായിരുന്നു. ചായയും കുടിച്ചേച്ച് വരാം. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.